ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ സ്കൂൾക്ക് പോകില്ല എന്നാണ് അല്ലുമ്മ പറയുന്നത്. പോകണമെന്ന് ഞാനും പറയുന്നുണ്ട്. അങ്ങനെ ഇന്ന് ദോശയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നും ദോശയൊന്നുമല്ല കേട്ടോ. ഇന്നലെ ചപ്പാത്തി ആയിരുന്നു, മിഞ്ഞാന്ന് ഓട്ടട ആയിരുന്നു. പക്ഷെ അന്നൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ് ഈ ദോശ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലുമ്മ പുറത്തുനിന്ന് വന്ന് കുളിക്കുക, അസാനും അല്ലുമ്മോൻ്റെ കൂടെ നിൽക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങൾ ഓൻ കാണാതെ അങ്ങോട്ട് പുറത്ത് പോയി കുളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അല്ലുമോൻ ഇന്ന് നല്ല കുറുമ്പായിരുന്നു. അങ്ങനെ കുറുമ്പൊക്കെ മാറി ചായയും കടിയൊക്കെ കുടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഓൻ്റെ ലഞ്ച് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അസാനു അപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓരോ കുറുമ്പും കാട്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിട്ട് അസാനുവിന് ചായ കൊടുക്കൽ ഉമ്മയാണ് രാവിലെ. എന്നിട്ട് അങ്ങനെ ഞാനും ഓനും കൂടി ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അസാനു ഫോണിൻ്റെ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. ഫോൺ തള്ളിയിടുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ പല്ലുമോൻ്റെ കൂടെയാണ് രാവിലെ ചായ കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ടൈം ആവില്ല. അപ്പോഴത്തേന് ഞാൻ ഒരു വിധമാക്കും. പിന്നെ ഇവൻ്റെ ചായ കുടി ആയതിന് തന്നെ കഴിഞ്ഞുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ലാസ്റ്റ് പിന്നെ ബാഗ് സെറ്റാക്കലാണ് എൻ്റെ പണി. ഞാൻ കൊലായ്മ പോയി ഇരുന്ന് അങ്ങനെ ബാഗ് സെറ്റാക്കാണ്. ഓൻ്റെ കട്ടറും ഇതൊന്നും കാണാനില്ല കേട്ടോ. അതൊക്കെ എടുത്തോണ്ടിരാൻ വേണ്ടി ഞാൻ ഓനെ പറഞ്ഞയച്ചിക്കണ്. അതേപോലെ പെൻസിൽ കളഞ്ഞ് വരും, എന്നും കളഞ്ഞിട്ടാണ് വരിക. അതുകൊണ്ട് ഇന്ന് ഒറ്റയ്ക്ക് മേലെ പോയി ജെന്നെ എടുത്തോണ്ടിരണമെന്ന് ഞാൻ പറഞ്ഞാണ്. ടാഗ് പിന്നെ എന്നും ഞാൻ സ്കൂളിൽ തന്ന ഓൻ്റെ ബാഗിൽ തന്നെയാണ് ഇട്ടേക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മറക്കും എവിടെ വെച്ചത് എന്ന്. പിന്നെ പോണ നേരത്തെ അത് തരണം. പെൻസിൽ കുറുമ്പിക്കാൻ ഇതുവരെ ഓനക്ക് അറിയില്ല. അറിയും, പക്ഷെ വല്ലാണ്ട് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറുമ്പിച്ച് കൊടുക്കണം. അത് എന്നോട് ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെറ്റാക്കി തന്നാളാന്ന്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി. പിന്നെ ഓനെ മാറ്റിക്കണം, ടാഗ് ഇടാനുണ്ട്, ഷോക്സ് ഇടാനുണ്ട്, അതൊക്കെ കഴിക്കണം. അതൊക്കെ വലിയ പണി തന്നെയാണ്. ഓനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് പോണ്ടാന്നല്ലേ ആദ്യം തന്നെ പറഞ്ഞത്. ആ ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മനസ്സ് മാറണതിൻ്റെ മുന്നേ പെട്ടെന്ന് വണ്ടി വരണം എന്നാണ് എൻ്റെ മനസ്സിലിട്ട. അങ്ങനെ ഞാൻ സെറ്റാക്കി ഒന്നും രണ്ടും പറഞ്ഞിന്ന് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി വെക്കണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് പോണത്. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ടീച്ചർ എടുത്തുനിന്ന് ചെറുമട്ടത്തിൽ ചീത്തയും അടിയൊക്കെ കിട്ടിയിങ്ങനെ. അപ്പോൾ അതിൻ്റെ ചെറിയൊരിതാണ്. LKG ഓനൊരു പാവയായിരുന്നു. UKG എത്തിയപ്പോൾ കുറച്ചൊക്കെ ഒരു സ്ട്രോങ് ആയിക്കണ്. അപ്പം അതിൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓനെ കൊണ്ടാക്കാൻ വേണ്ടി ഞാനും പോകണം കേട്ടോ. അടുത്ത കൊല്ലം മുതൽ ഇജ്ജ് ഒറ്റയ്ക്ക് പോകണം എന്നാണ് ഞാൻ ഓനോട് പറയണത്. അങ്ങനെ ഓൻ പോയിട്ടുണ്ടായിരുന്നു. ഓൻ പോയിൻ്റെ ശേഷമല്ലേ എൻ്റെ പണി ഞാൻ സ്റ്റാർട്ട് ചെയ്യലേ. ഈ മഴ പെയ്തതുകൊണ്ട് മുറ്റം മൊത്തം കച്ചറയാണ്. കച്ചറ ആണെങ്കിലും പൊറുക്കായിന്ന് അതുകൊണ്ട് അടിച്ചൊരിയാൽ കിട്ടൂല. ചില കച്ചറകളൊക്കെ ഞാൻ കൈകൊണ്ട് തോണ്ടി തോണ്ടി എടുക്കലാണ് കേട്ടോ. അങ്ങനെ മുറ്റടിക്കണടിയിൽ അസാന് വീണ്ടും ഞാൻ ഫോൺ സെറ്റാക്കി വെച്ചോടത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോൺ തള്ളിയിടുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഈ വെള്ളത്തിൽ പോയിക്കാണ്ട് കൈയും കാലും മുഖമൊക്കെ അങ്ങോട്ട് കഴുകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, വല്ലാത്തൊരു സുഖം കേട്ടോ. കൊലായിൻ്റെ അവിടെ നിന്ന് ഞാൻ തുടച്ചിട്ടിട്ടില്ല. എന്ന് ഒരുമിച്ച് തുടക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ കിച്ചണിക്ക് അടുപ്പത്തത്തെ കാര്യം ഉമ്മ സെറ്റാക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമുണ്ട്. പിന്നെ പാത്രം കഴുകലാണല്ലോ, ഒരു സിങ്ക് നിറച്ച് പാത്രങ്ങളുണ്ടാകും. അത് മോറി വെച്ചാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അങ്ങനെ പാത്രങ്ങൾ ഞാൻ മോറി വയ്ക്കുക. ഞാൻ പാത്രം മോറുമ്പോൾ ആദ്യം പ്ലേറ്റുകൾ മാത്രം ആദ്യം മോറും, പിന്നെ ഗ്ലാസ്സുകൾ മാത്രം മോറും, പിന്നെ സ്പൂണുകൾ മാത്രം മോറും. അങ്ങനെ ഇട്ടാൽ മോറുക. എന്നെപ്പോലെ അങ്ങനെ കഴുകണവരുണ്ടാകുന്നൊന്ന് കമൻറ്റ് ഇടുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. വിശ്വാസമല്ല, എൻ്റെ അനുഭവം. ഒന്നായിട്ട് വലിച്ചു വാരിയിട്ട് മോറുമ്പോൾ അതൊരു വൃത്തി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ പാത്രം കഴുകലും കാര്യങ്ങളും കഴിഞ്ഞ് അടുപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഉമ്മ വെള്ളം വെച്ചിട്ടുണ്ട് ചോറിന്. വെള്ളം തിളക്കുമ്പോൾ അരിയിടൽ ഞാൻ കഴിക്കണം. അമ്മ അസാനുവിനായിട്ട് മുറ്റത്തേക്ക് പോയിട്ടുണ്ട്. അസാനുവിനെ നോക്കാനും വേണമല്ലോ ഒരാൾ. എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ഭാരമുള്ള പണി, അസാനുവിനെ നോക്കൽ. ആ പണി ഉമ്മ അങ്ങോട്ട് ഏറ്റെടുത്താൽ അത്രയും സമാധാനം. പിന്നെ ഇന്ന് ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി സെറ്റാക്കി ഇടാൻ വേണ്ടി നിന്നപ്പോഴത്തേന് അസാനു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും തിന്നാണ്ടാന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഇവിടെ ഉള്ള സാധനങ്ങളൊന്നും എനിക്ക് പറ്റൂല, ഇല്ലാത്ത സാധനങ്ങളാണ് എനിക്ക് വേണ്ടിയത്. ഇല്ലാത്ത സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വേഗം ഒരു ഓൽക്കൊടി എടുത്ത് കണ്ട് ഓനാണ്ട് പുറത്തേക്ക് ആട്ടിയിട്ടുണ്ടായിരുന്നു. മര്യാദക്ക് പോയിക്കോ, ഞാൻ എൻ്റെ പണി ഇല്ലാതാക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. പിന്നെ വെള്ളം തളിച്ചപ്പോൾ ഞാൻ അരി എടുത്തു കൊണ്ടുവന്നു. ഇത് ഞങ്ങൾ നെക്സ്റ്റോ പോയപ്പോൾ വാങ്ങിയ അരിയാണ്, ഫസ്റ്റ് ടൈമാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേവ് കുറവുള്ള അരിയാണ് നമ്മൾ മേടിച്ചത്. എത്രത്തോളം വേവുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഇന്ന് ഉണക്കമീനാണ്. ഇന്നലെ അയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്കത് ഉണ്ടാക്കാൻ തോന്നുന്നില്ല. ഉണക്കമീൻ കൂട്ടാനാണ് ഒരു പൂതി. അങ്ങനെ ഞാൻ അത് വെള്ളത്തിലിട്ടു. ഇതിൻ്റെ ഇടയിൽ വെള്ളം നല്ലോണം തളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, അല്ല ഇടാൻ വേണ്ടി നിൽക്കല്ല, അരി ഇടുകയാണ്. പിന്നെ ഇന്ന് നമുക്ക് തിരുമ്പാനില്ല കേട്ടോ. ഇന്നലെ ഞാൻ മെഷീനിലിട്ട് എല്ലാതും തിരുമ്പി ഉണക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. പുതപ്പ് തിരുമ്പണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തോ ഇന്ന് എനിക്ക് വയ്യാ തോന്നുക. ചെറിയ രീതിയിൽ തൊണ്ടവേദനയും കാര്യങ്ങളും ജലദോഷവും ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് വേണം അകം അടിച്ചുവരാൻ. അകം അടിച്ചുവരാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് കച്ചറ ഉണ്ടാവും. എന്നും ഞാൻ 4 മണിയാകുമ്പോൾ അടിച്ചു വരും. അല്ലുമ്മ വന്നതിൻ്റെ ശേഷം അവനക്ക് ചായ എടുത്തിട്ട് ഒന്ന് അടിച്ചു വാരലുണ്ട്. പക്ഷെ എന്നാലും ഈ അസാനുവിനൊരു പ്രശ്നമുണ്ട്. ഓലക്കൊടി ഇങ്ങനെ കൊടുന്ന്
അങ്ങോട്ട് ഇടും. എന്നിട്ട് ഞാൻ ഒരുമിച്ചൊരു തുടയണല്ലോ, എന്നും കൊലായി തുടച്ചിടണമല്ലോ, എന്നാൽ അത് ചെയ്യാത്തതുകൊണ്ട് ആദ്യം കൊലായിമ്മ തന്നെ അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് ഞാനങ്ങോട്ട് തുടച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തുടക്കുമ്പോൾ എവിടെയാണെങ്കിലും അവസാനം ഓടി വരുന്നുണ്ട്, തുടക്കണോടത്ത് കൂടി അങ്ങനെ നടക്കും. അതുകൊണ്ട് ഞാൻ അവൻ അടുക്കളയിൽ ഫോണിൽ സ്പോട്ടിഫൈയിൽ പാട്ടിട്ട് കൊടുത്തതാണ്. ഞാൻ യൂട്യൂബ് ഓണാക്കി കൊടുക്കലില്ല കേട്ടോ, എനിക്ക് കാണുന്നത് അത്ര നല്ലതല്ലല്ലോ. അത് കൊടുത്തുകൊണ്ട് സൈക്കിളിൽ ഇരുത്തിയതാണ്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോത്തിട്ടുണ്ടാവും. ഓൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഓൻ്റെ കാര്യത്തിൽ ഉമ്മ ഭയങ്കര എക്സ്പേർട്ടാണ്. കറക്റ്റ് ടൈമിന് ഉമ്മാക്ക് തിന്നാൻ കൊടുക്കണം, കുട്ടികളെ കുളിപ്പിക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉമ്മാക്ക്. അപ്പം ഉമ്മ എന്നെ കാത്തിക്കൂല, ആളെന്നെ അങ്ങോട്ട് ചെയ്യൂട്ടാ. പിന്നെ ഈ സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം, ഇത് ബീഫിൻ്റെ നെയ്യാണ്. ഇത് ഉരുക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഞങ്ങളവിടെ കൽക്കെന്നാ പറയല്. ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങളവിടെ കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പം കിട്ടലില്ല കേട്ടോ. അങ്ങനെ എനിക്ക് പൂതിയായപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ്. കുറച്ച് ദിവസം കഴിക്കുന്നത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട്. പിന്നെ ചക്കക്കൂട്ട ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങ അരച്ച് പറഞ്ഞ ചക്കക്കൂട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ അമ്മയാണ് ഉണ്ടാക്കണത് കേട്ടോ. ഞാൻ അങ്ങനെ മീൻ പൊരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. പയറുപ്പേരി സെറ്റ് ആയിക്കണേ. അപ്പം സത്യം പറഞ്ഞാൽ ഏകദേശം പണി കഴിഞ്ഞു. ഒരു 11:30 ആയപ്പോൾ തന്നെ ഞങ്ങളെ പണിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നും ഇവിടുത്തെ പണി കഴിഞ്ഞാൽ മേലെ പോയി സെറ്റാക്കി കുളി കഴിഞ്ഞിട്ടാണ് ചോറ് തിന്നൽ. പക്ഷേ ഇന്ന് ഞാൻ ചോറ് തിന്നിട്ടാണ് മേലേക്ക് പോണത്. നേരത്തെ തന്നെ ചോറൊന്ന് മേലെ പോയിക്കാണ്ട്, മേലെ തുടക്കാനും അടിച്ചു വാരാനൊന്നുമില്ല. അപ്പം എന്നാൽ വേഗം കുളിച്ചുകാണ്ടൊന്ന് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ ഫോൺ നോക്കി കിടന്ന് അങ്ങനെ 3 മണിക്കാണ് കിടക്കുന്നത്. 4:30 ആയപ്പോത്തിന് അല്ലുമോൻ വരുമല്ലോ, അപ്പോത്തിന് നീക്കണ്ട. എനിക്കൊരു 2 മണിക്കൂറെങ്കിലും ഉച്ചക്ക് ഉറങ്ങണം. നമ്മൾ നേരത്തെ ഇട്ട നെയ്യിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെ ഇരിക്കണിട്ട്, അത് ചുരുങ്ങി ഇത്ര ഉണ്ടാവുള്ളൂ ലാസ്റ്റ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും കഴിഞ്ഞ് ഗൈസ്, അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു.